ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമ്മൾ ബ്രീമിനെ പിടിക്കാൻ വേണ്ടി വന്നേക്കാണ്. നമ്മൾ കുറച്ച് നേരമായി വന്നിട്ട്, നമ്മുടെ കൂട്ടുകാരോട് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു ബ്രീം അടിച്ചേക്കാണ്. നമ്മളൊരു 7 മണിക്ക് തുടങ്ങിയ ചൂണ്ടിടലാണ്. നമ്മുടെ കൂട്ടുകാരൻ ഹൊഷാമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞാൻ താമസിക്കുന്ന വാണാമ്പൂളിലേക്ക് 3 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത് മീൻ പിടിക്കാനായിട്ട്. അവന് കഴിഞ്ഞ ദിവസം എനിക്ക് മലിഞ്ഞീൽ കിട്ടിയപ്പോൾ 2-3 മലിഞ്ഞീൽ എന്തായാലും പിടിച്ചുകൊണ്ട് പോകണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഭാഗ്യം കൊണ്ട് ഒരു മലിഞ്ഞീൽ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിന് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല, കാരണം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഞാൻ ചൂണ്ടിയിട്ടിട്ട് ഞാനിന്ന് വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ ആ സമയമാണ് മീൻ അടിച്ചത്. അപ്പോൾ അവനായിരുന്നു മീൻ വലിച്ചു കയറ്റിയതൊക്കെയും. അപ്പോൾ ആ മീൻ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ബ്രീം അടിച്ചേക്കാണ്. ഇത് നമ്മളിങ്ങനെ സൈഡിൽ കെട്ടിയിട്ടുണ്ടായതാട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ മീൻ വലിച്ചുകൊണ്ട് പോയിരുന്നു. നമ്മൾ കുറേ നേരം എടുത്തിട്ടാണ്, ഒരു 10 മിനിറ്റോളം ചൂണ്ട റോൾ ചെയ്തിട്ടാണ് ഇത്രയും അടിപ്പിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് മീനാണെന്നുള്ളത് അടുത്ത് വന്നപ്പോഴാണ് കണ്ടത്. കാരണം രാത്രിയായ കാരണം നമ്മൾ ടോർച്ച് അടിച്ചപ്പോഴാണ് ബ്രീം വന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസാണ് കേട്ടോ. ഈ ബ്രീം എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ഗ്രോത്ത് ഉള്ള മീനാണ്. വർഷങ്ങളെടുക്കും. ഇതിൻ്റെ ഓരോ വർഷത്തിൽ 1 ഇഞ്ചൊക്കെയാണ് കൂടുതൽ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മലിഞ്ഞീൽ. ഞങ്ങളുടെ നാട്ടിൽ മലിഞ്ഞീൽ എന്ന് പറയും, ചിലർ നാട്ടിൽ മലിഞ്ഞീൽ എന്ന് പറയും, ചിലർ ആരൽ എന്ന് പറയും. പക്ഷേ ഞങ്ങളുടെ ആരൽ എന്ന് പറയണത് ഈ മീനല്ല. ആരൽ ചെറിയൊരു മീനാണ്, ഇതിനേക്കാളും കുറച്ചും കൂടി ചെറിയൊരു മീനാണ്. നമ്മളൊരു 4 റോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ വള്ളികളിൽ കെട്ടിയിട്ടിട്ടുണ്ട്. കാരണം മലിഞ്ഞീൽ അങ്ങനെ അടിക്കുക. പക്ഷേ ഇപ്പോൾ ഓൾറെഡി സമയം കഴിഞ്ഞു. ഇനി മലിഞ്ഞീൽ അടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഇനി മെയിനായിട്ട് ബ്രീമാണ് നമുക്ക് അടിക്കുക. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 11 മണിക്ക് കഴിയുമ്പോൾ ബ്രീമിൻ്റെ ആക്ടിവിറ്റീസ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മീൻ കിട്ടും, നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഇതിന് ഇരയിട്ടിടുന്നത് ഫ്രോസൺ ചെമ്മീനാണ് കേട്ടോ. നമ്മൾ ഇരയിട്ടിടണേ. ഇവിടെ ഒരു പാക്കറ്റ് ചെമ്മീൻ ഇവിടെ $8. ഇത് നമ്മുടെ ഫ്രണ്ട് ജിസ്സാണ്. ഇവനാണ് ഹൊർഷാമിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവന് തീറ്റ നോക്കാൻ വേണ്ടിയിട്ടും ചെറുപ്പം വലിച്ചു നോക്കിയാണ്. ആ വലിച്ചു നോക്കുന്ന സമയത്ത് ഇവൻ കയറി അടിച്ചു. ഇതാണ് ഒരു ബറാമുണ്ടിയുടെ പോലെ ഇരിക്കുന്ന മീനാണ്. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള പേര് പെർച്ച് എന്നുള്ള ഒരു പേരാണ് മീനിൻ്റെ. ഇത് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന മീനാണ്. നമുക്കിവിടെ കൂടുതലും ബ്രീമും മീലാണ് കിട്ടിയാണ്. ഇത് ഫസ്റ്റ് ഫിഷാണ്. പെർച്ച് എന്ന് പറയുന്ന ഫിഷ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ്. അതിനും ഈ മീനിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇട്ടു. നമുക്ക് ഒരു ബ്രീമും കൂടി നമുക്ക് വേറെ കിട്ടിയിരുന്നു കേട്ടോ. അത് കാണിക്കാൻ പറ്റിയില്ല. അതും ഇത് പറഞ്ഞ പോലെ തന്നെ ഈ കെട്ടിയിട്ട ചൂണ്ടയമ്മൻ അടിച്ചത്. അതെ, അപ്പോൾ ഇതെന്തായാലും നമ്മൾ പൊട്ടിച്ച് വെള്ളത്തേക്ക് ഇടാണ്. അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് ഞങ്ങളിത് ബ്രീം തന്നെയാണെന്ന് കേട്ടോ വിചാരിച്ചിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളിതിൻ്റെ വീഡിയോ നമ്മുടെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തപ്പോഴാണ് പറഞ്ഞത് ഇത് ബ്രീമല്ല, ഇത് ബറാമുണ്ടിയാണെന്ന് അവനൊരു സംശയം പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വേറൊരു ഫ്രണ്ട് പറഞ്ഞു ഇത് ബ്രീമും അല്ല ബറാമുണ്ടി അല്ല, ഇത് പെർച്ച് എന്ന് പറയുന്ന മീനാണ്. അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഫൈനൽ ആൻസർ കിട്ടി. ഇതിൻ്റെ പേര് ശരിക്കും പെർച്ച് എന്നാണ്. നമ്മുടെ വേറൊരു ഫ്രണ്ടാണ് ആൻഡോ. അവനും ഇവിടെ വാണാമ്പൂൾ താമസിക്കുന്നതാണ്. അവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും ഒരു ബ്രീം അടിച്ചു. അതൊക്കെ പിന്നെ നമുക്കൊരു 1 മണി 2 മണിയൊക്കെ ഇപ്പോൾ പടപടാന്ന് മീനടിക്കാൻ തുടങ്ങി. നമുക്ക് വീണ്ടും ഒരു ബ്രീമും കൂടി അടിച്ചു. അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ ഈ കെട്ടിയിട്ട കുറച്ച് ചൂണ്ടകൾ നോക്കാൻ വേണ്ടി വന്നു. ഞങ്ങൾ 3 മണിക്കാണ് വെളുപ്പിന് പോയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 7 മണിയായപ്പോൾ ഞാൻ വീണ്ടും വന്ന് ഇങ്ങനെ നോക്കി. ചില സമയത്ത് നമ്മൾ കെട്ടിടുന്നത് ഇങ്ങനെ കിട്ടില്ല. കാരണം ഈ രാവിലെ വരുന്ന ചൂണ്ടക്കാരുണ്ടെങ്കിൽ അവർ പൊക്കി നോക്കും, അല്ലെങ്കിൽ അവർ പൊട്ടിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ ഇത് ആരും കാണാണ്ട് സെറ്റപ്പിലാണ് നമ്മൾ താഴ്ത്തിയിട്ടിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചൂണ്ട കെട്ടിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചിലവരവിടെ ഇട്ടിട്ട് പിന്നെ വന്ന് നോക്കൊന്നുമില്ല. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഇത് വെള്ളത്തിൽ കിടക്കുന്നത് അത്ര സേഫായ സംഭവമൊന്നുമല്ല. ചിലപ്പോൾ കംപ്ലൈൻ്റ് ഒക്കെ വരാം. അപ്പോൾ നമ്മൾ ഒരു ഹുക്കാണ് ഇട്ടിട്ടുള്ളൂ, മൾട്ടി ഹുക്കൊന്നുമല്ല. ഒറ്റ ഹുക്കിട്ട് ചെമ്മീനിട്ട് ചുമ്മാ താഴ്ത്തേക്ക് കെട്ടിയിട്ടതാണ്. അപ്പോൾ അതും ഒരു ബ്രീം അടിച്ചിട്ടുണ്ട്. അത് അടിയിൽ മരത്തുമ്മ ഹുക്കായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് പൊക്കിയെടുക്കാനായിട്ട് ഞാൻ കുറേ നോക്കി. അപ്പോൾ എനിക്ക് തോന്നി ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് കിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഒന്ന് ലൂസാക്കി കൊടുത്തപ്പോൾ മീൻ താഴ്ത്തേക്ക് പോയിട്ട് അതിൻ്റെ കുടുക്ക് ആ മീൻ തന്നെ വിടിയിച്ചു താഴ്ത്തുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പിന്നെ പൊക്കിയെടുത്തു. ഈ മീൻ അടിച്ചത് നല്ല വെയിറ്റുള്ള മീനാട്ടോ. ഇപ്പോൾ കിട്ടി ഈ മീൻ 1 കിലോൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്ര തോന്നില്ല, പക്ഷേ നല്ല സൈസ് മീനാണ്. ഞാൻ അവസാനം ഈ മീനിൻ്റെ വലിപ്പം ഞാൻ നിങ്ങൾക്ക് അടുത്ത് പിടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് വാണാമ്പൂളിലെ പ്രൗഡ് ഫുഡ് എന്ന് പറയുന്ന ഒരു ഏരിയ കേട്ടോ. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഹോട്ടലാണ് സ്ഥിതി ചെയ്യണത്. അവർ എല്ലാ ദിവസങ്ങളും തുറക്കില്ല, ആഴ്ചയിൽ 3 ദിവസം തുറക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഇതുപോലെ ചൂണ്ടകൾ കെട്ടിയിട്ടുണ്ട്. ഒരു 4 ചൂണ്ടയാണ് കെട്ടിയിട്ടാണ്. അപ്പോൾ അതെ, ഈ ചൂണ്ടയും നന്നായിട്ട് വലിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുമീൻ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ബ്രീം തന്നെ ആവാനാണ് ചാൻസ്. ഇവിടെ നമുക്ക് കൂടുതൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണത് ബ്രീമോ അല്ലെങ്കിൽ മലിഞ്ഞീലോ ആയിരിക്കും ഇങ്ങനെ അടിച്ചു വന്ന് കിടക്കാം. അപ്പോൾ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസുള്ളൊരു മീനാട്ടോ. അപ്പോൾ നമുക്ക് ചൂണ്ടയമ ഇത് ശരിക്കുള്ള നമ്മുടെ റോഡുമ്മ കിട്ടണ മീനേക്കാളും ഇങ്ങനെ കിട്ടണ കെട്ടിയിടണ ചൂണ്ടയമയാണ് വലിയ മീനുകൾ അടിക്കണം കേട്ടോ.
ദേ നല്ല അത്യാവശ്യം നല്ല സൈസുള്ളൊരു മീനാണ്. 1 കിലോ ഒന്നും ഉണ്ടാവില്ല, ഒരു 1/2 കിലോ എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിക്കണം. നല്ല മാംസമുള്ള മീനാണ്, നല്ല പല്ലുള്ള മീനാണിത്. അപ്പോൾ ഇതിൻ്റെ ഹുക്ക് ഈ ചുണ്ടുമോടെ കയറി കഴിഞ്ഞാൽ ചുണ്ട് അത്യാവശ്യം സ്ട്രോങ്, അതുകൊണ്ട് ഇത് വിട്ടു പോകാൻ ചാൻസ് കുറച്ച് കുറവാണ്. പക്ഷെ തീറ്റെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ ഈ ചൂണ്ടയ്ക്ക് നിങ്ങൾ ബ്രീമിനെ കാസ്റ്റ് ചെയ്യുമ്പോൾ മെയിൻലി നമ്മൾ ഭയങ്കര സൈലൻ്റ് ആയിരിക്കണം. ചൂണ്ട ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കണതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ പെരുമാറ്റം ഉണ്ടായി മീൻ അടിക്കില്ല. നമ്മളിവിടെയും ചെറിയ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു കുഞ്ഞതായിട്ട്, പക്ഷേ ഇതൊന്നും അടിച്ചില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ എടുക്കും. 2 ചൂണ്ട നമ്മൾ അവിടെ ഇവിടെ കെട്ടിട്ടുണ്ടായിരുന്നു, അതുമേയും അടിച്ചില്ല. ഇവിടെ ഒരു ചൂണ്ടയും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ടോട്ടല് ഇന്നലെ തൊട്ട് ഇന്ന് രാവിലെ വെളുപ്പിന് വരെ പിടിച്ച ഇതിൽ 9 ബ്രീമും 1 മലിഞ്ഞയിലും 1 പെർച്ചും കിട്ടി. അതിൽ 4 ബ്രീമും 1 മലിഞ്ഞയിലും 1 പെർച്ചും നമ്മുടെ കൂട്ടുകാരൻ ഹൊർഷാമിലേക്ക് കൊണ്ടുപോയി. 4 ബ്രീം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. 1 ബ്രീം ആൻഡോ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി, അവന് കിട്ടിയത്. പിന്നെ എൻ്റെ കൂട്ടുകാരൻ ജിസ് അവൻ പോകുന്ന വഴിക്ക് അവൻ ഇത്തിരി രാവിലെ തന്നെ പോയിരുന്നു. അപ്പം പോയപ്പോൾ ചൂണ്ട കെട്ടിയിട്ട് ചൂണ്ട നോക്കിയപ്പോൾ അവന് 1 ബ്രീം കിട്ടിയിരുന്നു. അത് ഏകദേശം 1 കിലോൻ്റെ മേലെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യാൻ തൂക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്